ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഹോൾ വീഡിയോ ചെയ്തത് സാരി ഹോളായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുർത്തി, അനാർക്കലി, അതുപോലെ തന്നെ സൽവാർ സ്യൂട്ട്സ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഹോളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള പ്യുർ കോട്ടൺ ആയിട്ടുള്ള ഒരു അനാർക്കലി പലാസോ ദുപ്പട്ട സെറ്റാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഒക്കെ എന്താ പറയുക, എൻ്റെ ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലൊക്കെ ഞാൻ ഫോട്ടോ ഇട്ടപ്പോൾ ഇതിൻ്റെ ലിങ്ക് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. ഇത് നല്ല പ്യുർ കോട്ടൺ ആണ്, എല്ലാം തന്നെ കോട്ടൺ ആണ്. പലാസോ പാൻസും ദുപ്പട്ടയും എല്ലാം കോട്ടണിലാണ് കേട്ടോ വരുന്നത്. ഇടാൻ നല്ല സുഖമുള്ള ഒരു അടിപൊളി അനാർക്കലി സെറ്റാണ്. അപ്പോൾ ഇത് നല്ല ഫ്ലെയറാണ് ഇതിനകത്ത്. നല്ല ഫ്ലെയർ എന്ന് വെച്ചാൽ നല്ല ഫ്ലെയറാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതിൻ്റെ നെക്ക് നല്ലൊരു റൗണ്ട് നെക്ക്, കീ ഹോൾ നെക്ക് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഇതേ കണ്ടില്ല, ഇവിടെ ജസ്റ്റ് ഒരു ഹോള് പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റൗണ്ട് നെക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. സ്ലീവ്സ് വന്നിട്ട് ഫുൾ സ്ലീവ്സാണ് കേട്ടോ. ഇതിന് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. എനിക്കിത് ആക്ച്വലി ഫുൾ ലെങ്തായിട്ട് തന്നെ ഉണ്ട്. കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളവർക്ക് ഇത് കുറച്ചുകൂടെ മേലെ നിൽക്കുമായിരിക്കും. അപ്പം എനിക്കിത് ഫുള്ളായിട്ട് ഈ താഴെ വരെ ഉണ്ട് കേട്ടോ ഈ ടോപ്പ്. ഇതിൻ്റെ കളർ നല്ല രസമാണ് കേട്ടോ. നല്ലൊരു ബ്രിക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കളറാണ്. ഇതിനകത്ത് നിറയെ ഫ്ലോറൽ പ്രിൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിങ്ങനെ തട്ട് പോലെയാണ് ഇത്, കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ ഇതിൻ്റെ പാൻസ് വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെയാണ്. ഈ ഒരു പല്ലാസോ പാൻസ് ആണ്. ഇതിലും നിറയെ പ്രിൻസ് വന്നിട്ടുണ്ട്. ഇലാസ്റ്റിക്കാണ്, കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയും നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ദുപ്പട്ടയാണ്, കണ്ടില്ലേ. സെയിം എല്ലാം ഒരേപോലെ ഉള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഇത് നല്ല മെറ്റീരിയലാണ്. ഇത് ഞാൻ കുറേ വട്ടം വാഷ് ചെയ്തു. കുറേ വട്ടം മീൻസ് ഒരു 3-4 വട്ടമെങ്കിലും വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിന് എന്താ പറയുക, കളർ ഇളകുമോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നോർമൽ വാഷ് ചെയ്യാൻ പറ്റും, മെഷീൻ വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത്. ഇതിൻ്റെ സൈസ്, ഞാൻ മേടിച്ച സൈസ് എന്ന് പറയുന്നത് സ്മോൾ സൈസാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എൻ്റെയൊക്കെ ഒരു വണ്ണമുള്ളവർ ഇത് കറക്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് തന്നെ കൊടുത്താൽ മതി. എങ്കിൽ പോലും നിങ്ങളുടെ കറക്റ്റ് സൈസിൽ നിന്ന് ഒരു 1-2 ഷെയ്ഡ് കൂടെ ഇതിന് 1-2 സൈസ് കൂടെ ഇതിന് വലിപ്പം ഉണ്ടാവും. പിന്നെ ഇതിങ്ങനെ നല്ല എന്താ പറയുക, നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ കിടക്കുന്ന ടൈപ്പായിട്ട് അത് പ്രശ്നമില്ല. ഇത് നമുക്ക് അത്യാവശ്യം എല്ലാ ക്ലൈമറ്റിലും ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. നല്ല സുഖമാണ് ഇതിന് ഇടാനായിട്ട്. നമുക്ക് അത്യാവശ്യം എന്താ പറയുക, ഒരു പാർട്ടിക്ക് വേണമെങ്കിലും ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു അനാർക്കലി സെറ്റാണിത്. അടുത്ത ഈ ഒരു സൽവാർ സ്യൂട്ടാണ്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഈ ഒരു സൽവാർ സെറ്റാണ്. ഇതിനകത്തും പറഞ്ഞ പോലെ ഒരു കുർത്ത വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഒരു പല്ലാസോ പാൻസ് വരുന്നുണ്ട്. പിന്നെ ദുപ്പട്ട. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഈ കളർ കോമ്പിനേഷൻ നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മൾ ജയ്പൂരി ടൈപ്പാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ യോക്ക് പാർട്ടിൽ ഇത് ഇങ്ങനെ ഒരു ഡിസൈനാണ്. യോക്ക് പാർട്ടിൽ ഇങ്ങനെ മെറൂണിൽ നല്ല പ്രിൻ്റ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ബാക്കി ഇങ്ങനെ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അതിലിങ്ങനെ ചെറിയ അല്ല, മെറൂൺ പിന്നെ അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഫുൾ പ്രിൻസാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതാണ് ഇതിൻ്റെ പല്ലാസോ പാൻസ്. ഇത് ഇങ്ങനെ മെറൂൺ പാൻസ്, അതിൽ കുറേ ഇങ്ങനെ പ്രിൻസ് വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിൻസ് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് പാൻസ് വന്നിട്ട് ഇതെങ്ങനെ ഇലാസ്റ്റിക് വന്നിട്ടുള്ള പാൻസാണ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട. ഇത് നല്ല വലിപ്പമൊക്കെ ഉള്ള നല്ല അടിപൊളി ദുപ്പട്ടയാണ്. കണ്ട, ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ഇതിൽ ഞാൻ മേടിച്ച സൈസ് സ്മോൾ സൈസാണ്. ഇതിൽ നെക്ക് വന്നിട്ട് ഒരു റൗണ്ട് നെക്കാണ്. താഴേക്ക് ഇങ്ങനെ ചെറിയൊരു വി പോലെ വന്നിട്ടുണ്ട്, കണ്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. ഇടാനൊക്കെ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ്. നെക്സ്റ്റ് ഈ ഒരു സൽവാർ സെറ്റാണ്. നല്ലൊരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള, നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി സൽവാർ സ്യൂട്ടാണ്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ മീൻസ് ഇൻസ്റ്റയിലുമൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ടൈപ്പ്.
കുറേ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ പുറത്തും ഒക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് പേര് ഇട്ടേക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. സെയിം ഇത് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ്. ഇത് കുറേ ബ്രാൻഡ്സിനുണ്ട് ഇതുപോലത്തെ സെയിം തന്നെ വരുന്ന സംഭവം. പക്ഷേ ഞാൻ മേടിച്ചതിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. അപ്പം ഞാൻ മേടിച്ച ബ്രാൻഡിൻ്റെ ഈ സംഭവത്തെക്കുറിച്ചിട്ട് ഞാൻ പറയാം. മറ്റുള്ളതിൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതും നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു കളറാണ്. ഇതിൽ ഇങ്ങനെ നല്ല അടിപൊളി ഫുൾ ഫ്ലോറൽ പ്രിൻസ് വന്നിട്ടുള്ളതാണ് എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഈ പാറ്റേൺ ആണ്, ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് വരുന്നത്. നല്ല രസമാണ് ഇത് കാണാനും ഇടാനും നല്ല രസമാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൽ നമുക്ക് ഒരു പലാസോ പാൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നുണ്ട്. ദുപ്പട്ടയും നല്ല അത്യാവശ്യം നല്ല വലിപ്പവും ലെങ്തും ഒക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ്. പാൻസ് ഇതുപോലത്തെ ഒരു പലാസോ പാൻസാണ് വരുന്നത്. ഇലാസ്റ്റിക്കാണ് ഇവിടെ. ഇത് കണ്ടില്ലേ? എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് കുറേ പേര് ഇൻസ്റ്റയിലും ഒക്കെ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ റീൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ മേടിച്ചപ്പോൾ എനിക്കിതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഇത് ആരും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പലരുടെയും വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് നിങ്ങൾ കണ്ടോ? ഇതിപ്പോൾ ഇങ്ങനെ അത്യാവശ്യം മുകളിൽ നിൽക്കുന്ന ഒരു നെക്കാണ് കണ്ടോ. പക്ഷേ ഞാനിത് മേടിച്ച സമയത്ത് ഇതിൻ്റെ ഈ നെക്കെന്ന് പറയുന്നത് കുറേ ഇത്രയും താഴെയായിരുന്നു. അതായത് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. നെക്ക് ഇവിടം വരെ ഇറങ്ങി ഇരിക്കുമായിരുന്നു. ഞാൻ പിന്നീട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഇത് അഴിച്ചെടുത്തിട്ട് ഇത് കുറച്ചുകൂടെ മേലേക്ക് വെച്ച് അടിച്ചതാണ്. എന്തിനാണ് അത്രയും താഴെ അത് വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ വേറെ ആരും ആ ഒരു ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ മേടിച്ച ഈ ഒരു ബ്രാൻഡിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് കുറേ ബ്രാൻഡ്സിനുണ്ട്. ഈ സെയിം ഡിസൈനിൽ വരുന്ന സെയിം കളർ ഇതുപോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ മേടിച്ചതിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇത് കുറച്ചുകൂടെ മേലേക്ക് വെച്ച് അടിച്ചു. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ അങ്ങനെ ആണെങ്കിൽ ഒന്നിങ്ങനെ അങ്ങനെ ചെയ്യുക. അപ്പോൾ അത് ഞാനൊന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. സ്ലീവ്സിൽ ഇങ്ങനെ ഒരു മെറൂൺ ഫ്ലോറൽ പ്രിൻസ് കൂടെ വരുന്നുണ്ട്. മെറൂൺ കളർ കോമ്പിനേഷനിലാണ് സ്ലീവ്സ് വന്നിട്ടുള്ളത് കണ്ടോ. നെക്ക് ഫുൾ ഇങ്ങനെ വി പോലെ ഇങ്ങനെ യോക്ക് പാട്ട് കണ്ടില്ലേ, വി പോലെ വന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പീസ് തുണിയുണ്ട്. ഇതിങ്ങനെ മേലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ഇത് വരുന്നത്. ഇതിന് അത്യാവശ്യം നല്ല ഇറക്കമൊക്കെ ഉള്ള കുറച്ച് നല്ല ഫ്ലെയർ ഒക്കെ ഉള്ള ഒരു കുർത്തയാണ്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്ലിറ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് പാൻസ്. പിന്നെ ഷോളിലും നിറയെ നല്ല ഫ്ലോറൽ പ്രിൻസ് വന്നിട്ടുള്ളൊരു അടിപൊളി ഷോളാണ് കണ്ടോ. നമ്മൾ ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ നല്ലപോലെ ചേരുന്ന ഒരു കളറാണ്. ഇതിൻ്റെ ഞാൻ മേടിച്ച സൈസ് സ്മോൾ സൈസാണ്. നെക്സ്റ്റ് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്ത ആൻഡ് പല്ലാസോ സെറ്റാണ്. ഇതിൻ്റെ കൂടെ ദുപ്പട്ടയൊന്നുമില്ല കേട്ടോ. ഇതും നേവി ബ്ലൂ കളറാണ്. ബ്ലൂവിൻ്റെ തന്നെ പല ഷെയ്ഡുകൾ. അപ്പോൾ എനിക്കിങ്ങനത്തെ ഷെയ്ഡുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ കണ്ടില്ല, ഇതിങ്ങനെയാണ് വരുന്നത്. നമ്മളൊരു കോട്ട് സെറ്റ് പോലെയൊക്കെ ഇരിക്കും. പക്ഷെ കോട്ട് സെറ്റ് അല്ല, കുർത്തയും പാൻസുമാണ്. അപ്പോൾ അതേ കണ്ടില്ല, ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കുർത്ത ആൻഡ് പാൻറ് സെറ്റാണ്. നെക്ക് വന്നിട്ട് വി നെക്കാണ് വരുന്നത്. 3/4 സ്ലീവ്സ്. ഇതിൻ്റെ അറ്റത്ത് ചെറിയൊരു ബോർഡർ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നെക്കിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പാൻസ് വരുന്നത് കണ്ടോ. ഇതിനകത്ത് വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. എന്താണ്, തെങ്ങാണോ എന്താണെന്നറിയത്തില്ല. എന്തായാലും ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ മേടിച്ച എല്ലാ സൈസ് സ്മോൾ തന്നെയാണ് കേട്ടോ. മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലാണ്. വാഷ് ചെയ്തതാണ്. കളറ് പോവോ, മെറ്റീരിയൽ ചുരുങ്ങും, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല. ഇടാൻ നല്ല സുഖമുള്ള കോട്ടൺ മെറ്റീരിയലാണ്. നമുക്ക് ഓഫീസിലും കോളേജിലും ഒക്കെ ക്യാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോഴും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു നല്ലൊരു കുർത്തയും പാൻസുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തത്. നെക്സ്റ്റ് ഒരു കുർത്തയാണ്, ഒരു ലൈൻ കുർത്തയാണ്. ഒരു സിൽക്ക് മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഫുൾ എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ കുർത്തിയാണ്. സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ഒരു വർക്കൊക്കെ ഉള്ള ഒരു കുർത്തിയാണ്.
കണ്ടില്ലേ, ഇതിൽ ഈ മെറ്റീരിയൽ വന്നിട്ട് സിൽക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഇത് കിട്ടും. ഒരു 500 ബിലോ റേറ്റ് വരുന്ന ഒരു കുർത്തയാണിത്. താഴെയും ഇതുപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട്, സ്ലിറ്റൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഷേപ്പ് അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ ഞാൻ മേടിച്ച സൈസ് സ്മോൾ സൈസാണ്. ഇതിൽ വേറെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഷേപ്പൊക്കെ അടിച്ചിട്ടുള്ള ഒരു കുർത്തയാണ്. ഇത് നമുക്ക് വൈറ്റ് കളർ പെല്ലാസോ പാൻസിൻ്റെ കൂടെയോ ലെഗിൻസിൻ്റെ കൂടെയോ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. വൈറ്റിൻ്റെ കൂടെ നന്നായിട്ട് ഉണ്ടാവും പെയർ ചെയ്താൽ. ബ്ലാക്കിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. ഇവിടെ ഇങ്ങനെ ഫുൾ യോക്ക് പാർട്ടിൽ ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സ് ഫുൾ സ്ലീവ്സാണ്. കൈൻ്റെ അറ്റത്തും ഇതുപോലെ എംബ്രോയിഡറി സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. ഞാനിത് ഓർഡർ ചെയ്തത് മെറൂൺ കളറിലുള്ളതാണ്. മെറൂൺ കളറിലുള്ളത് ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഈ കളറാണ്. ഒരു ഏത് കളറാണെന്ന് പറയാം, ഇതൊരു ഡാർക്ക് പിങ്ക് അങ്ങനത്തെ ഒരു കളറല്ലേ ഇത്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പിന്നെ ഇത് ചേഞ്ച് ചെയ്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ പിന്നെ ചേഞ്ച് ചെയ്യാൻ പോയില്ല. ഇത് തന്നെ എടുത്തു. പക്ഷെ ഞാൻ മെറൂൺ ആയിരുന്നു ഓർഡർ ചെയ്തത്. എന്നാൽ ഞാൻ നോക്കിയതിൽ ഈ കളർ ഇല്ല താനും. പിന്നെ എങ്ങനെ എനിക്ക് ഈ കളർ കിട്ടിയെന്ന് ആലോചിക്കുന്നത്. മെറൂൺ കളറ് ഞാൻ വിചാരിച്ചു ഇനി മെറൂണായിട്ട് കാണിക്കുന്ന ഇനി അത് യഥാർത്ഥത്തിൽ പിങ്ക് ആയിരിക്കും. അതുമല്ല, കാരണം സെയിം മെറൂൺ വാങ്ങിച്ചിട്ടുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മെറൂണാണ് കിട്ടിയത്. പക്ഷേ എനിക്ക് മെറൂൺ അല്ല, എനിക്ക് ഈ ഷെയ്ഡാണ് കിട്ടിയത്. എനിക്കിത് ചേരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇത് റിട്ടേൺ ചെയ്യാൻ പോയില്ലായിരുന്നു. നല്ലൊരു കളറായിട്ട് തോന്നി. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ആയിരുന്നു. ഒരു ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു കുർത്തയും കൂടെ ആണ്. അപ്പോൾ ഈ പ്രൈസിന് ഇത് നല്ലതായിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തൊരു കുർത്ത. നെക്സ്റ്റ് ഈ ഒരു അനാർക്കലി കുർത്തയാണ്. വിസ്കസ് റയോൺ മെറ്റീരിയൽ വരുന്ന ഈ ഒരു അനാർക്കലി കുർത്ത. നേവി ബ്ലൂ കളറിൽ വരുന്ന ഒരു കുർത്തയാണ്. ഇതിൻ്റെ യോക്ക് പാർട്ടിൽ അത്യാവശ്യം നല്ലൊരു എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പാൻസിൻ്റെ ആവശ്യവും ഇല്ല. അങ്ങനെ നമുക്ക് ഇത് ഇടാം. പാൻസ് ഇട്ടിട്ട് വേണമെങ്കിലും ഇടാം. ഒരു മാക്സി ഡ്രസ്സ് പോലെ വേണമെങ്കിലും നമുക്ക് ഇത് ഇടാം. കാരണം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, നല്ല ഫ്ലെയറും ഉണ്ട്. കണ്ടില്ലേ, ഇതിൽ നിറയെ ഇങ്ങനെ നല്ല അടിപൊളി പ്രിൻസൊക്കെ വന്നിട്ടുള്ള നല്ലൊരു അനാർക്കലി ടോപ്പാണ്. ഇതിൽ ഞാൻ മേടിച്ച സൈസ് സ്മോൾ സൈസാണ്. ഇതും ഒരു 400 ബിലോ റേറ്റ് വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്കല്ലേ, അതെ, റൗണ്ട് നെക്കാണ്. പിന്നെ ബാക്കിലൊരു ടൈ ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒരു കെട്ട്. നമുക്ക് ബാക്കിൽ ഇങ്ങനെ പിടിച്ച് കെട്ടാൻ ഷേപ്പിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ച് കെട്ടാൻ വേണ്ടി ഒരു കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് അങ്ങനെ വേറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. കറക്റ്റ് ഫിറ്റായിരുന്നു. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഷേപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്കിൽ ഇതിങ്ങനെ ടൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല ഷേപ്പിൽ അത് കിടക്കും. അപ്പോൾ ഇതാണ് അടുത്തൊരു കുർത്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ലീവ്സ് 3/4 സ്ലീവ്സ് ആണ്. സ്ലീവ്സിൻ്റെ അറ്റത്ത് ഇതുപോലത്തെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ്, നല്ല കളറാണ്. വലിയ പ്രൈസൊന്നുമില്ല. ഈ ഒരു പ്രൈസിന് ഇത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഇതാണ് അടുത്ത ഒരു കുർത്തി. ഇത് നമുക്ക് ഇതിൻ്റെ കൊണ്ടുപോകണമെങ്കിൽ ലെഗിൻസ് പെയർ ചെയ്യാം. ബ്ലാക്ക് ലെഗിൻസോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ലിങ്കും ഡീറ്റെയിൽസും എല്ലാം ഞാനിവിടെ കൊടുത്തേക്കാം, ചെക്ക് ചെയ്യാം. ഇനി ഇതുപോലെയുള്ള ഹോൾ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.